പുലികൾക്ക്. എനിക്ക് തൃശ്ശൂരിലെ പുലിച്ചുവട് പഠിച്ചാൽ മതി. അത് ഒന്ന് നമ്മുടെ പ്രേക്ഷകരാരും ഇതുപോലെ വേണം നമ്മൾ വെക്കാൻ. മുന്നോട്ടൊരു കൈ അല്ലേ, മുന്നോട്ട്. ആ, 1 2 3 4. നല്ല ശബ്ദം, നല്ല ശബ്ദം. ഇത് ഈ കൊക്കാല പ്രദേശത്ത് അഭ്യാസികളായിട്ടുള്ള ആളുകൾ ഒലക്കമേൽ കയറി നിന്ന് അഭ്യാസ പ്രകടനം നടത്തി ആരംഭിച്ചതാണ്. അതെ, എന്താ കുഴപ്പം? പുലിക്കളി ഇപ്പൊ അത് സർവ്വദേശങ്ങളിലും കൂട്ടായ്മകള് ഇവിടെ സ്വരാജ് റൗണ്ടിൽ സംഗമിച്ച് തൃശൂർ നഗരത്തിന്റെ വലിയ കൂട്ടായ്മയുടെ അടയാളമായിട്ട് മാറുകയാണ്. അപ്പൊ അതൊക്കെ ഈ കാലത്ത് അനിവാര്യമായതാണ്. ജാതിയുടെ മതത്തിന്റെ ഒക്കെ വേലിക്കെട്ടിനപ്പുറത്ത് എല്ലാവരും മനുഷ്യരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് പുലിക്കളി. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അതാണ് അതിന്റെ ഒരുമയുടെ ആഘോഷം. ഓണത്തിന്റെ ഒരു ആഘോഷം നമ്മൾ അവസാനിപ്പിക്കുന്നത് ഈ ഒരു പുലിക്കളിയോട് കൂടിയാണ്. തൃശ്ശൂരിൽ പുലിക്കളി കഴിഞ്ഞാലേ ഓണം തീരുള്ളൂ. അതെ അതെ, പുലിക്കളിയാണ് ഇതിന്റെ കലാശക്കൊട്ട്. വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നുമല്ല, ഇതിപ്പോ കണ്ടോ, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചിരിച്ച് ചാവും. കൊട്ട് മുറുകാൻ അവർക്ക് എത്താറായോ? എത്താറായി, അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പുലിക്കളി നേരിട്ട് കാണുന്നത്. ടിവിയിൽ എല്ലാ തവണയും കാണും, പക്ഷെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഈ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഏത് പുലിയിലേക്കായിരിക്കണം കൂടുതൽ നോക്കുന്നത്? എന്താണ് ഇതിന്റെ ഒരു നോക്കുന്നതിന് എന്തെങ്കിലും ക്രമമുണ്ടോ? ഇവിടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് പുലിയുടെ വയറാണ് പ്രധാനമായിട്ട്. അപ്പോ പുലിയുടെ വയറിലേക്ക് നോക്കണം നമ്മുടെ. പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ ചുവടുവയ്പും കൊട്ടുമൊക്കെയാണ്. ഈ കൈയുടെ ഒരു സ്റ്റെപ്പ് ഒക്കെ എങ്ങനെയാണ്? മിനിസ്റ്റർ നർത്തകി കൂടിയാണ്. ഇങ്ങനെ വെക്കണം, ആദ്യം ഇങ്ങനെ വെക്കണം. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. രണ്ടാമത് ഇത് വെക്കണം. അതിന്റെ കാലോ എനിക്ക് കൂടെ അത് പഠിപ്പിച്ചു തരുമോ? കാലപ്പോ ഇങ്ങനെ ആട്ടണം. ജനിക്കണമെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. ഇപ്പൊ പുലിയുടെ കളിയേക്കാളും വേറെ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ പോണെന്ന് മാത്രം. പക്ഷെ പല ദേശങ്ങളിലും പുലിക്കളി അനുകരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഈ പുലിക്കൊട്ടും പുലി ചുവടും ഒക്കെ തൃശ്ശൂരിലെ പുലികൾക്ക്. എനിക്ക് തൃശ്ശൂരിലെ പുലിച്ചുവട് പഠിച്ചാൽ മതി. അത് ഇവിടെ നാട്ടിലേക്ക് അയച്ചാൽ ഭയങ്കര കുഴപ്പമാണ്. ഒന്ന് നമ്മുടെ പ്രേക്ഷകരാരും ഇതുപോലെ വേണം നമ്മൾ വെക്കാൻ. മുന്നോട്ടൊരു കൈ അല്ലേ, മുന്നോട്ട്. 1 ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ. 3 4. ഇതാണ് തൃശ്ശൂരിന്റെ സ്പിരിറ്റ്. ഇനിയിപ്പോ പുലികളിക്ക് വന്നാൽ മതി. ആ പുലികൾ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. താങ്ക് യു നമ്മുടെ മിനിസ്റ്റർ ആർ ബിന്ദുവാണ്. നമുക്ക് നല്ലൊരു ആർപ്പ് കൊടുത്തേ നമ്മുടെ മിനിസ്റ്ററിന്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.